നമ്മളെപ്പോഴേ ഈ ചപ്പാത്തി കറിയും കൂട്ടിയിട്ടല്ലേ കഴിക്കാറ്. എന്നാൽ ഈ ചപ്പാത്തിയുടെ മാവ് വെച്ചിട്ട് കറിയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതിന് വേണ്ടി ഗോതമ്പ് പൊടി വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് 2 ഭാഗവും ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മറ്റേ 2 ഭാഗവും അതുപോലെ ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വാറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് സവാള കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ചിക്കൻ മസാലയും കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഇല്ലേ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നവർ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ.